ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 8-ാം തീയതി ഈ രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ദിനാശംസകളും അർപ്പിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം അബദ്ധവശാൽ പിഴച്ച പാപങ്ങൾക്ക് വേണ്ടി, സിൻസ് ഓഫ് ഇഗ്നറൻസ്, അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി, അബദ്ധവശാൽ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗങ്ങളെക്കുറിച്ചാണ്. പാപം ചെയ്യാത്തവരില്ല, മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാനാണ് കൽപ്പന. എന്നാൽ നമുക്കറിയാം, അങ്ങനെയൊന്നും ജീവിക്കുവാനായിട്ട് പലർക്കും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയൊന്നും ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നവരുണ്ട്. പാപം ചെയ്യാതെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. ദൈവത്തിന് അറിയാതെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ പാപം പല വിധത്തിലുണ്ട് നമുക്കറിയാം. പ്രധാനമായും 2 തരത്തിലാണ് പാപമുള്ളത്. ഒന്ന് മനഃപൂർവ്വമുള്ള പാപങ്ങൾ, മനഃപൂർവ്വമുള്ള പാപങ്ങൾ. രണ്ടാമത് അബദ്ധവശാലുള്ള പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാത്ത പാപങ്ങൾ. അതൊക്കെ മനഃപൂർവ്വമല്ലാത്ത പാപങ്ങളാണ്. പാപമാണെന്ന് അറിയാതെ ചെയ്തു പോയ പാപങ്ങളുണ്ട്. അയ്യോ തെറ്റാണെന്ന് അറിയില്ലായിരുന്ന ആളുകൾ പറയാറുണ്ട്. ചിലർ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തെ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ട്. അവർക്ക് ആഗ്രഹം ഒട്ടും ഉണ്ടായിട്ടല്ല, പക്ഷേ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ബലഹീനത കൊണ്ട് എതിരെ നിൽക്കുവാനുള്ളതായിരിക്കും തൻ്റെ ഇടമില്ലാതെ അവർ ചെയ്തു പോയ തെറ്റുകളുണ്ട്. വേറെ ചിലർ ജഡത്തിൻ്റെ ബലഹീനതയാ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ട്. അങ്ങനെ ചില ആളുകൾക്ക് ജഡത്തിൻ്റെ ബലഹീനതയുണ്ട്. എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചില ആളുകളുണ്ട്. അവരറിയാതെ ചില കാര്യങ്ങളൊക്കെ കയറി പറയും. പത്രോസ് പറഞ്ഞതുപോലെയാണ്, ഇതവൻ അറിയാതെ പറഞ്ഞു പോയെന്നാണ് ഒരു മല്ലിൽ വെച്ച് പറഞ്ഞത്. പറയണം, എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. മോശയും ഏലിയാവും കർത്താവും കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കുന്ന എങ്ങനെ എന്ന് വിചാരിച്ച് പറയും. നമുക്ക് 2-3 ഉള്ളിലുണ്ടാക്കിയാലോ, ഒന്ന് ഏലിയാവിനും ഒന്ന് മോശയ്ക്കും ഒന്ന് നടക്കും. സ്വർഗത്തിന് ശബ്ദം ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. മോശയ്ക്ക് ഏലിയാവിന് ചെവി കൊടുക്കാനല്ല, കർത്താവിന് ചെവി കൊടുക്കാൻ പറഞ്ഞു. കണ്ണു തുറന്ന് നോക്കിയപ്പം കർത്താവിനെ മാത്രമേ കണ്ടുള്ളൂ, മറ്റുള്ളവരെ കണ്ടില്ല. അപ്പം നമ്മൾ അറിയാതെയും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബലഹീനത കൊണ്ടുമൊക്കെ ചെയ്തു പോകുന്നതായ തെറ്റുകളുണ്ട്. ഏത് സാഹചര്യത്തിൽ ചെയ്താലും തെറ്റാ. കാര്യം പറയട്ടെ, അറിഞ്ഞ് ചെയ്താലും തെറ്റാ, അറിയാതെ ചെയ്താലും തെറ്റാ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെന്ന് അറിയാതെ കൽക്കട്ട എന്ന് എഴുതിയാൽ തെറ്റല്ലേ? അറിഞ്ഞും കൊണ്ടെടുത്തും ഡൽഹിയാണെന്നറിയാം, എന്നാലും കൽക്കത്ത എന്ന് എഴുതി കളയാമെന്ന് പറഞ്ഞെഴുതിയാൽ അത് മനഃപൂർവ്വ പാപമാണ്. കൽക്കത്തയാണെന്ന് ആത്മാർത്ഥം വിശ്വസിച്ചുകൊണ്ട് എഴുതിയാൽ അതും അറിയാത്ത പാപമാണ്, അതും പാപമാണ്. തെറ്റെല്ലാം തെറ്റാണ്. ദൈവം തെറ്റിനെ ഒരിക്കലും തെറ്റലെന്ന് പറയുന്ന ഒരാളല്ല. ദൈവം അങ്ങനെ തെറ്റിനെ നീതീകരിക്കില്ല, ന്യായീകരിക്കുകയില്ല. തെറ്റിനെ ന്യായീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ്, മനഃപൂർവ്വമല്ലാത്തതായിരിക്കുന്ന പാപങ്ങൾക്കും യാഗം കഴിക്കണം. മനഃപൂർവ്വമല്ലാത്ത പാപങ്ങൾക്കും യാഗം കഴിക്കണം. മനഃപൂർവ്വ പാപത്തിന് ശിക്ഷ മാത്രമേ ഉള്ളൂ. മനഃപൂർവ്വം ഒരാളെ കൊന്നിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം എന്താ? ഇപ്പോൾ ആളുകൾ അങ്ങനെയാണ്. പോലീസ് പിടിച്ചാൽ സോറി എന്ന് പറയും, പോലീസ് പിടിച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കലാന്ന് പറയും. അങ്ങനെ നമുക്ക് സാധിക്കില്ല. മനഃപൂർവ്വ പാപത്തിന് ശിക്ഷയല്ലാതെ വേറൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസി മനഃപൂർവ്വം പാപം ചെയ്താൽ കഠിന ശിക്ഷയ്ക്ക് വിധേയനാകും. ഇബ്രാഹിലേഖനത്തിലൊക്കെ പറയുന്ന മനഃപൂർവ്വം പാപം ചെയ്താൽ ശിക്ഷയല്ലാതെ വേറൊന്നുമില്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ മരണം പോലും ചിലപ്പോൾ സംഭവിക്കാം. എന്നാൽ അബദ്ധപാപങ്ങൾക്ക് പരിഹാരം യാഗമാണ്. അറിഞ്ഞില്ല, ഉദ്ദേശിച്ചില്ല എന്നതുകൊണ്ട് പാപത്തിൻ്റെ ഗൗരവമൊന്നും കുറയുന്നില്ല. അതിനുവേണ്ടി യാഗം കഴിക്കണമെന്നാണ്. നീ ചെയ്ത പാപത്തിൻ്റെ ഗൗരവം അത് തന്നെ ഉണ്ട്. നീ അറിഞ്ഞില്ലെന്നുള്ളത് കൊണ്ട് നിനക്ക് യാഗം വഴി അതിന് മോചനം നേടുവാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. പാപത്തെക്കുറിച്ച് എപ്പോൾ ബോധം വരുമോ അപ്പോൾ പാപത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള യാഗം അർപ്പിക്കണം. പാപമാണെന്ന് അറിയാൻ വയ്യാത്ത പോക്കുമില്ലല്ലോ. പാപമാണെന്ന് അറിയാൻ വയ്യാത്തവരും അങ്ങനെ യാഗം കഴിക്കാറുണ്ട്. എനിക്ക് ബോധമുള്ള എല്ലാ പാപത്തിനു വേണ്ടി യാഗം കഴിച്ചു. ഇനിയും കർത്താവ് എനിക്ക് ബോധ്യതയില്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ മൃഗത്തെ യാഗം കഴിക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാം. നമ്മൾ ഏറ്റു പറയുമ്പോഴും അങ്ങനെ പറയുമല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും ഏറ്റു പറയും. ലിസ്റ്റ് ഒന്നൊന്ന്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, അവിടെ നോക്കി തെറ്റായിപ്പോയി, ചെയ്ത് തെറ്റായിപ്പോയി, അതെടുത്ത് തെറ്റായിപ്പോയി, അങ്ങനെ എല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് പറയും? കർത്താവേ, എൻ്റെ ഓർമ്മയിൽ വരാത്തതും ഞാൻ ചെയ്ത തെറ്റായ പ്രവൃത്തികളുണ്ടെങ്കിൽ അവ എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുന്ന് എല്ലാം അറിയുന്നവനും ഓർക്കുന്നവനുമാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ലെന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്നോ ചെയ്ത് തെറ്റല്ലെന്നോ വരുന്നില്ല. അതുകൊണ്ട് അവയെ എനിക്ക് ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തണം. ഞാൻ യാഗം കഴിക്കാം, ഇല്ലെങ്കിൽ ഈ യാഗം അതിനുവേണ്ടി എന്ന് അംഗീകരിക്കണം എന്നേറ്റ് പറയും. ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. പാപമാണ് എന്ന് അറിഞ്ഞില്ല എന്നതുകൊണ്ട് ചെയ്ത പാപത്തിന് ഗൗരവമൊന്നും കുറയുന്നില്ല, സ്വഭാവം മാറുന്നതുമില്ല. പാപം ചെയ്തയാൾ ചെയ്തു പോയ പാപത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന യാഗവുമായി പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം. തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മൃഗത്തെ യാഗം കഴിക്കണം. അപ്പോൾ മാത്രമേ ചെയ്തു പോയ പാപത്തിന് പരിഹാരമാകുന്നുള്ളൂ. നിയമത്തിൽ ഞാൻ പറഞ്ഞ പോലെ പ്രമാണം അതുതന്നെയാണ്. നീ എൻ്റെ സഹോദരനെ വിഷമിപ്പിച്ചാൽ നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ ഇത് നിരപ്പ് പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ഏറ്റു പറയണം.
നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയണം. യാക്കോബ് അതേക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറവീനെന്നാണ്. ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീനെന്നാണ്. ഏതെങ്കിലും പ്രവൃത്തി പാപമാണെന്ന് ബോധ്യം വരുമ്പോൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പാപബോധം പ്രാപിക്കേണ്ടതാണ്. നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയും മധ്യസ്ഥ ശുശ്രൂഷയും നമ്മുടെ പാപങ്ങൾ മോഹിച്ച് കിട്ടുവാൻ പര്യാപ്തമാണ്. ഞാൻ നിങ്ങളോട് പറയാം, നമുക്കൊരു കാര്യം ഓർമ്മയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉത്തരവാദിത്വമില്ലെന്ന് വരുന്നില്ല. നാം ചെയ്ത പ്രവൃത്തിക്ക് നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഓർമ്മയില്ലെങ്കിലും നാം ഉത്തരവാദികളാണ്. എന്നാൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അല്ലാത്തപ്പോൾ നമുക്കത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എനിക്കത് അറിയില്ല, പക്ഷേ ഉത്തരവാദിത്തോടെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരെ ആയതുകൊണ്ട് നാം ഏറ്റുപറഞ്ഞ് അവയെ ഉപേക്ഷിക്കേണ്ടതാണ്. ദൈവത്തോടാണല്ലോ പാപം ചെയ്യുന്നത്, ചെറിയ പാപമായാലും വലിയ പാപമായാലും. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം എല്ലാം ഓർക്കുന്നവനാണ്. ദൈവം അറിയാത്ത ഒരു പ്രവൃത്തിയുമില്ല. എന്തിനാണ് ദൂരമേ ഗ്രഹിക്കുന്നതാണ്. ചിന്താതലത്തിൽ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് പോലും ദൈവം ആ ചിന്തകളെക്കുറിച്ച് അറിയുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടെ ഞാൻ പാപം ചെയ്തില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ദാവീദൊക്കെ പറഞ്ഞ പോലെ പാപത്തിൻ്റെ ഗർഭം ധരിച്ചു അനർത്ഥത്തിൽ ഞാൻ ഉരുവായി, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ലെന്ന് പൗലോസ് പറഞ്ഞു. അതുപോലെ നാം ദൈവസന്നിധി പറയണം, കർത്താവ് നന്മയൊന്നുമില്ല, ജനിച്ചത് തന്നെ പാപത്തിലാണ്, പാപ സ്വഭാവത്തോടു കൂടിയാണ്. പിന്നെ ഞാൻ നീതിമാൻ എങ്ങനെയാകുന്നത്? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെയാണ് ദൈവത്തിന് നീതിമാനാകുന്ന യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? സാധിക്കുകയില്ല. സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നീതീകരണം മുഖാന്തരം മാത്രമേ നീതിമാനാകൂ. നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പാപം ചെയ്യരുത് എന്നാണ് ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പാപം ചെയ്യാതിരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുള്ളത്. പാപം ചെയ്യാതിരിക്കാനാണ് വചനം നമ്മുടെ കരങ്ങളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന പാപബോധത്തെ നാം അംഗീകരിച്ച് ദൈവമുൻപാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നതാണ്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 1:7 പറഞ്ഞിട്ടുള്ളത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്ത മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. അവൻ അങ്ങനെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നാം അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും പാപം തന്നെയാണ്. എന്നാൽ അറിയാതെ ചെയ്ത പാപങ്ങളെക്കുറിച്ച് എപ്പം ബോധം വരുന്നു അപ്പോൾ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നാം ക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നാം മറവിക്കാരായതുകൊണ്ട് എല്ലാ ദിവസവും നാം കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറയും, ദൈവത്തോട് നാം നമ്മുടെ അന്നത്തെ തെറ്റുകളെ ഏറ്റു പറയുമ്പോൾ, കർത്താവേ, ഈ കഴിഞ്ഞ പകലിൽ ഞാൻ ആ തെറ്റുകൾ തീർച്ചയായും ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ലെങ്കിലും അവിടുന്ന് എല്ലാം അറിയുന്നവനാണല്ലോ. ഞാൻ അറിയാതെ ചെയ്തു പോയ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതെനിക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവ മനഃപൂർവ്വം എന്നോട് അവിടുന്ന് ക്ഷമിച്ചു തരണം എന്ന് കർത്താവിനോട് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് കിടന്നുറങ്ങുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സെൻസ് ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ പാവങ്ങൾക്കും ദൈവസന്നിധിയിൽ നാം ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ.